ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന സ്റ്റോക്ക് കല്യാൺ ജുവലേഴ്സിൻ്റെയാണ്. നമ്മൾ ഇന്നിട്ടിരുന്ന ഒരു പോസ്റ്റിന് കീഴിൽ വന്നൊരു കമൻറ്റ് റിക്വസ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് വെരിഫൈ ചെയ്യാൻ എടുത്തിരുന്നത്. ഞാൻ നേരെ ഇത് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് നമുക്ക് നോയ്സ് അല്പം കുറവായി കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ നേരെ വീക്കിലി ചാർട്ടിലേക്ക് വന്നു. ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇവിടെ എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അതുപോലെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ നോക്കുകയാണ്. എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ എനിക്ക് വരയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടി, അതുപോലെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. പ്രൈസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ രണ്ട് വരകളെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് വരകളും അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും വാലിഡ് ആണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ നേരെ ഇതിനെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് കൃത്യമായിട്ടുള്ള ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയത്. ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് വരുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സപ്പോർട്ട് സോൺ ഇവിടെ വരയ്ക്കാൻ നോക്കുകയാണ്. സപ്പോർട്ട് സോൺ ഞാനിങ്ങനെ നീട്ടി വരയ്ക്കാൻ നേരത്ത് ഈ ഒരു സോണിനെ പലതവണ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സോണിനെ നമുക്ക് ഒരു മേജർ സപ്പോർട്ട് അല്ലെങ്കിൽ മേജർ സോണായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1, 2, 3, 4, 5, അതുപോലെ തന്നെ ഇത് ജസ്റ്റ് അടുത്ത് തന്നെ വന്നു 6 തവണ, ഏകദേശം ഒരു 5 തവണയോളം ഈ ഒരു റേഞ്ചിൽ തന്നെ പ്രൈസ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനെ നമുക്കൊരു മേജർ റേഞ്ചായിട്ട് തന്നെ അല്ലെങ്കിൽ മേജർ സോണായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്രൈസ് ഇന്ന് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഞാൻ എൻട്രി എടുക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്നല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വ്യൂവിൽ ഇതൊരു ഗ്രോയിങ് സ്റ്റോക്കാണ്. നല്ല രീതിയിൽ ഒരു അപ്വേർഡ് അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇതൊരല്പം ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്കാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇന്നൊരു ഫാൾ, അത്യാവശ്യം നല്ല രീതിയിലൊരു ഫാള് സപ്പോർട്ട് സോണിലേക്ക് വന്നത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ എൻട്രി എടുത്തത്. ഇതിൻ്റെ റീസെൻ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് അപ്രോക്സിമേറ്റ് എത്ര പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്രോക്സിമേറ്റ് ഒരു 20% ഗ്രോത്ത് പൊട്ടൻഷ്യൽ നിലവിൽ കാണിക്കുന്നുണ്ട്. ഇതിനോടുകൂടി കൂട്ടത്തിൽ പറയേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ബൈയിങ് മൊമെൻറ്റവും കാണിക്കുന്നില്ല. ബയേഴ്സ് ആക്റ്റീവേ അല്ല, സെല്ലേഴ്സ് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ. അപ്പോൾ എൻട്രി എടുക്കുന്ന ആളുകൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ബൈയിങ് മൊമെൻറ്റം ക്യാൻഡിൽ വോളിയത്തിൽ കാണുകയും അതുപോലെ തന്നെ ഇവിടെ ഒരു ബൈയിങ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ പ്രൈസിൽ കാണിക്കാതെ ഒരു എൻട്രി എടുക്കുന്നത് മഹാമണ്ടത്തരമാണെന്നാണ്, അല്ലെങ്കിൽ അതൊരു ലോജിക്കിന് ഓപ്പോസിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചിന്തിക്കുക, ആലോചിക്കുക. നിങ്ങളുടെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്റ്റഡീസിനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. താങ്ക്